ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഒറോട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒറോട്ടി പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഒറോട്ടിപ്പൊടി, ചൂടുവെള്ളം, അത്രയും സാധനങ്ങൾ മാത്രമാണ്. ഞാനിവിടെ അജ്മീൻ്റെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒറോട്ടി വേണമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യത്തിനുള്ള പൊടിയെടുത്തു, അതിൽ ഉപ്പിട്ടു, ഇളം ചൂടുവെള്ളം, വെട്ടി തിളക്കുന്ന വെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒഴിച്ച് പൊടി നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ദോശേൻ്റെ ബാറ്റർ പോലെ ആവാനേ പാടില്ല. നമ്മളിവിടെ പത്തിലാണല്ലോ ഉണ്ടാക്കുന്നത്, ഒറോട്ടി പത്തില്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും വെള്ളമായി നമുക്കിത് കുഴച്ചെടുത്ത് അത്യാവശ്യം എളുപ്പമുള്ളൊരു പാനായിരുന്നു വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അതിങ്ങനെ കുറച്ച് സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയിട്ട് കാസറോളിലേക്ക് മാറ്റി കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പം അരച്ചിട്ടും ഉണ്ടാക്കാം. പൊടി ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഇളം ചൂടുവെള്ളവും പൊടിയും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ്. നമുക്ക് ബീഫ്, മട്ടൻ, ചിക്കൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോവും. എഗ്ഗായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.